പണ്ട് WWF വീട്ടിലെ സെറ്റിയും തലയാണ് എല്ലാം അനുഭവിച്ച തെറ്റ് തൊട്ട് കസേര തൊട്ട് എല്ലാം ആ ഒരു ഏജ് ഗ്രൂപ്പിന് പ്രാന്താണ്. അപ്പൊ എൻ്റെ മക്കൾ ഇപ്പം 19 വയസ്സ് കഴിഞ്ഞു, ആൺകുട്ടികൾ. എൻ്റെ മകൾക്ക് 14 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ അവൾക്ക് കുറച്ചും കൂടെ യങ് ആയിരുന്നു. അപ്പൊ ഇത് അവരൊക്കെ എടുത്തിട്ട് അവളെ കട്ടിലെടുത്ത് തിരിച്ചിടുക, കസേര എടുത്ത് എറിയുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ട ഒരു മാഡ് അവസ്ഥയുണ്ട് അവർ കടന്നു പോകുന്നത്. അപ്പം അത് ഏതൊരു ഫാനും ചെയ്യുന്നതാണ്. അത് ആ ക്യാരക്ടർ അവർ ആവാഹിക്കും, സംസാരിക്കുന്നത് പോലും. ഇപ്പം അതിൻ്റെ അകത്തൊരു ഒരു സീക്വൻസിൽ ഒരു 2 കപ്പിള് പീസ്ഫുള്ളായിട്ട് സംസാരിക്കുന്ന ഒരു തേർഡ് പാർട്ടി കൗൺസിലിങ്ങിൽ പുള്ളി എണീറ്റിട്ട് ഓടിയാണ് ടോക്ക് വാട്ടർ ബോട്ടിലൊക്കെ വെച്ചിട്ട് അത് അത്രമാത്രം സിസ്റ്റത്തിൽ ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സാണ് WWE. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നിടത്ത് അവിടെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ അവരുടെ ഒരു ഇമോഷൻസ് അത് പേഴ്സണലൈസ്ഡ് ആവുക എന്ന് പറയുന്നിടത്ത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അത് ഭയങ്കര യൂണിവേഴ്സൽ ആവുന്നു എന്ന് പറയുന്നു. പലപ്പോഴും ബ്രാൻഡുകൾക്ക് വേണ്ടി അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊരു ഗ്ലോബൽ ബ്രാൻഡ് ആവാം, ഒരു ഇന്ത്യൻ ഓഡിയൻസ് ആയിരിക്കില്ല അവരുടെ TG. ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ഒരു ചേർത്തലക്കാരൻ്റെ അയാളുടെ ഒരു സ്കൂൾ കാലത്തെ മെമ്മറിയെ, ഇമോഷനെ അത് ഇമോട്ട് ചെയ്താൽ പോലും ഇത്ര ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതാണ്. ഞാൻ പറയുന്നത് ഇപ്പം ഏറ്റവും എനിക്ക് ഭയങ്കര വർക്കായൊരു ആഡുകളിലൊന്ന് എല്ലാം അതിൻ്റെ കൂടെ ഭയങ്കര റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ ഫാൻമാനിയ പോലും പേഴ്സണൽ ലൈഫിൽ നിന്ന് എടുത്തതല്ലേ? അതെ, അത് ബേസിക്കലി ഫാൻമാനിയയിൽ ഇൻഫാക്ട് WWE എന്ന് പറയുന്ന ഒരു കാര്യം അറിയാലോ. അത് എസ്പെഷ്യലി ഒരു പ്രത്യേക കാലഘട്ടം, അതായത് നമ്മുടെ ഒരു ഏജ് ഏകദേശം ഒരു 18-19 വരെ ക്രേസ് ആണ്. നമുക്ക് പണ്ട് WWF വീട്ടിലെ സെറ്റിയും തലയാണ് എല്ലാം അനുഭവിച്ച തെറ്റ് തൊട്ട് കസേര തൊട്ട് എല്ലാം ആ ഒരു ഏജ് ഗ്രൂപ്പിന് പ്രാന്താണ്. അപ്പൊ എൻ്റെ മക്കൾ ഇപ്പം 19 വയസ്സ് കഴിഞ്ഞു, ആൺകുട്ടികൾ. എൻ്റെ മകൾക്ക് 14 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ അവൾക്ക് കുറച്ചും കൂടെ യങ് ആയിരുന്നു. അപ്പൊ ഇത് അവരൊക്കെ എടുത്തിട്ട് അവളെ കട്ടിലെടുത്ത് തിരിച്ചിടുക, കസേര എടുത്ത് എറിയുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ട ഒരു മാഡ് അവസ്ഥയുണ്ട് അവർ കടന്നു പോകുന്നത്. അപ്പം അത് ഏതൊരു ഫാനും ചെയ്യുന്നതാണ്. അത് ആ ക്യാരക്ടർ അവർ ആവാഹിക്കും, സംസാരിക്കുന്നത് പോലും. ഇപ്പം അതിൻ്റെ അകത്തൊരു ഒരു സീക്വൻസിൽ ഒരു 2 കപ്പിള് പീസ്ഫുള്ളായിട്ട് സംസാരിക്കുന്ന ഒരു തേർഡ് പാർട്ടി കൗൺസിലിങ്ങിൽ പുള്ളി എണീറ്റിട്ട് ഓടിയാണ് ടോക്ക് വാട്ടർ ബോട്ടിലൊക്കെ വെച്ചിട്ട് അത് അത്രമാത്രം സിസ്റ്റത്തിൽ ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സാണ് WWE. ഓഫീസ് ഫാൻ്റെ എന്ന് പറഞ്ഞാൽ ലാഡറിൽ നിന്ന് ചാടുന്ന അവസ്ഥ, റിട്ടയർമെന്റ് പാർട്ടിക്ക് ഷോൾ എടുത്തിടുന്ന അവിടുന്നാണ് എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ എന്റർടൈൻ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഹ്യൂമർ നാച്ചുറലി ഉണ്ട്. നമ്മളത് സാധാരണ ജീവിതത്തിൽ നമ്മൾ അത് കാണിക്കുകയാണ്, അല്ലാതെ ഒരു സ്പോർട്ട് ഇവന്റിലല്ല കാണിക്കുന്നത്. സാധാരണ പല മുറികളിൽ, ഓഫീസുകളിൽ, റോഡുകളിൽ, ട്രാഫിക് സിഗ്നലുകളിൽ, ഇവിടെയൊക്കെ നമ്മൾ ഇത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹ്യൂമർ ഓൾറെഡി നമ്മൾ പിന്നെ ഗോഷ്ടി കാണിക്കേണ്ട കാര്യമില്ല. തന്നെ ആളുകൾക്ക് അത് പേഴ്സണലൈസ്ഡ് ആവാൻ പറ്റും, എല്ലാവർക്കും അവരവരുടെ മെമ്മറിയിലേക്ക് കണക്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇനിഷ്യലി നമ്മൾ കപ്പിൾ ഓഫ് കോൺവെർസേഷൻ ഇതിനെ പറ്റി ഉണ്ടായിരുന്നു. അതായത് ശരിക്കും WWE ആയിട്ട് ബന്ധപ്പെട്ട, അതുമായിട്ട് സ്ഥിരമായിട്ട് കാണുന്ന ശരിക്കും റിയൽ ഫാൻസിന് ആദ്യത്തെ ഷോട്ടിൽ തന്നെ പിടിയിട്ടും. പക്ഷെ ഇനിയും ഫാൻസ് ആകാൻ സാധ്യതയുള്ള ധാരാളം ചെറുപ്പക്കാരും എസ്പെഷ്യലി ഇതുമായിട്ട് എക്സ്പോഷർ ഇല്ലാത്ത ആൾക്കാർ ഇതിലോട്ട് വരാനും ഒരു പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ്.